പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇരട്ട ശമ്പള വിവാദം. ഭരണസമിതി യോഗത്തിൽ CPM UDF അംഗങ്ങൾ തമ്മിൽ വാക്കുതർക്കം. പ്രസിഡന്റ് രാജിവെക്കണമെന്ന് CPM. താൻ ശമ്പളമില്ലാത്ത അവധിയെടുത്താണ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നതെന്ന് അബൂബക്കർ ഹാജി. ആശ്രയം നൽകാതെ ഒറ്റപ്പാലം നഗരസഭയുടെ ആശ്രയ ഭവന പദ്ധതി. പണി പൂർത്തിയായിട്ടും സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നഗരസഭ വീടുകൾ കൈമാറുന്നില്ല. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തും സമീപ ഗ്രാമപഞ്ചായത്തുകളും ചേർന്നുള്ള ആധുനിക ശ്മശാന പദ്ധതി ഉപേക്ഷിച്ചു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് ശ്മശാനം നവീകരിക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. മണ്ണാർക്കാട് നഗരത്തിലെ ഗതാഗതക്കുരുക്കഴിക്കാൻ പോലീസ് പുതിയ ഗതാഗത സംവിധാനം ഏർപ്പെടുത്തുന്നു. ചെറിയ വാഹനങ്ങളെ ബൈപ്പാസ് വഴി മാത്രം കടത്തിവിട്ട് വൺവേ ഒരുക്കാൻ ശ്രമം. ഉടനെ പ്രവൃത്തി ആരംഭിക്കും എന്ന് പ്രഖ്യാപിച്ച പട്ടാമ്പി പുലാമന്തോൾ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ഇനിയും തുടങ്ങിയില്ല. മന്ത്രിയുടെയും MLAയുടെയും വാക്കുകൾ പാലിക്കപ്പെട്ടില്ലെന്ന് ആക്ഷേപം. വാർത്തകൾ വിശദമായി. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇരട്ട ശമ്പളം പറ്റിയതായി ആരോപണം. വ്യാഴാഴ്ച ചേർന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ UDF CPM അംഗങ്ങൾ തമ്മിൽ ബഹളം. പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPM അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ബോർഡ് യോഗത്തിലാണ് ഇരട്ട ശമ്പളം പറ്റിയ പ്രസിഡന്റ് രാജിവെക്കണമെന്ന ആവശ്യം CPM അംഗങ്ങൾ ഉയർത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അബൂബക്കർ ഹാജിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നിരുന്നത്. യോഗത്തിൽ നിശ്ചയിച്ച അജണ്ടകൾ BDO വായിച്ചു തുടങ്ങിയ ഉടനെ CPM അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പ്രസിഡന്റ് രാജി ആവശ്യവുമായി CPM അംഗങ്ങൾ ബഹളം തുടർന്നതോടെ പ്രശ്നം UDF CPM അംഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിലേക്കും വഴിവെച്ചു. പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ CPM അംഗങ്ങൾ യോഗത്തിൽ മുദ്രാവാക്യം വിളിയും തുടങ്ങി. തുടർന്ന് CPM അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണുണ്ടായത്. P. ഗോവിന്ദപ്രസാദ്, U. രവി, ആയിഷ ഷംസു, ബ്ലോക്ക് പഞ്ചായത്ത് ബോർഡിലെ എക്സ് ഓഫീഷ്യർമാരായ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് K. ആയിഷ, വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹംസക്കുട്ടി എന്നിവരാണ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്ന് CPM അംഗം P. ഗോവിന്ദപ്രസാദ് പറഞ്ഞു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ശ്രീ PK അബൂബക്കർ ഹാജി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അതുപോലെ തന്നെ അദ്ദേഹം ജോലി ചെയ്യുന്ന ചെമ്മാണിയോട് UP സ്കൂളിൽ നിന്നും ശമ്പളം പറ്റിയിട്ടുള്ള ഇരട്ട ശമ്പളം പറ്റിയിട്ടുള്ള നിയമപരമായിട്ട് തെറ്റാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ബോർഡിൽ ഉന്നയിക്കുകയും ഞങ്ങൾ ബോർഡ് പരിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം രാജിവെക്കുന്നത് വരെ സമരം ചെയ്യുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ വരുന്ന 15-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ഇവിടുത്തെ ഈ ബ്ലോക്ക് പരിധിയിലെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ജനകീയ മാർച്ച് നടന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം രാജിവെക്കുന്നത് വരെ സമരമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇരട്ട ശമ്പളം പറ്റിയെങ്കിൽ CPM അംഗങ്ങൾ തെളിയിക്കട്ടെ എന്ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അബൂബക്കർ ഹാജി. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടുള്ള CPM അംഗങ്ങളുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും PK അബൂബക്കർ ഹാജി പറഞ്ഞു. താൻ പ്രസിഡന്റായ ബ്ലോക്ക് പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ പാടില്ലെന്ന് പറയാൻ CPM മെമ്പർമാർക്ക് അധികാരം ഇല്ലെന്നും ഇരട്ട ശമ്പളം പറ്റിയെന്ന് ആരോപിക്കുന്നവർ തെളിവുകൾ കൊണ്ടുവരട്ടെയെന്നും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അബൂബക്കർ ഹാജി പറഞ്ഞു. ഒരു മെമ്പർ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിന് യോഗത്തിൽ അധ്യക്ഷം വഹിക്കാൻ പാടില്ല എന്ന് പറയാൻ ആർക്കും അധികാരമില്ല. സ്കൂളിൽ നിന്നും അവധിയെടുത്താണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്നതെന്നും ബോർഡ് യോഗം അലങ്കോലപ്പെടുത്താനുള്ള CPM അംഗങ്ങളുടെ ശ്രമം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ജോസഫ് ലീവിൽ വർക്ക് ചെയ്യുന്നൊരു അധ്യാപകനാണ്. ഞാൻ ലീവ് എടുത്തിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക് അത് തെളിയിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാതെ യോഗത്തിൽ നിന്ന് യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് ജനാധിപത്യത്തിന് എതിരാണ് എന്ന് ഞാൻ ബുധനാഴ്ച വൈകുന്നേരമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് വീണ് ആനമങ്ങാട്
മണലായയിൽ വീട് തകർന്നു. മണലായ മാങ്ങാടൻ പറമ്പത്ത് മരക്കാർമാലയുടെ വീടാണ് തകർന്നത്. ബുധനാഴ്ച വൈകുന്നേരമുണ്ടായ ശക്തമായ കാറ്റിലാണ് മണലായ മങ്ങാടൻ പറമ്പത്ത് മരക്കാർ മൗലവിയുടെ വീടിന് മീതെ തെങ്ങ് വീണത്. തെങ്ങ് വീണതിനെ തുടർന്ന് വീട് തകർന്നിട്ടുണ്ട്. തെങ്ങ് വീണ സമയത്ത് മരക്കാർ മൗലവിയുടെ ഭാര്യ ആയിഷ വീടിനകത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഞാൻ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തെങ്ങ് വീണ് റൂമിലായിരുന്നു. പേട മുകളിൽ വന്ന് വീണ് ഞാൻ അതിന്റെ ചുവട്ടിലായിരുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. ആനമങ്ങാട് വില്ലേജ് ഓഫീസർ എത്തി വീടിന്റെ നാശനഷ്ടങ്ങൾ കണക്കാക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരും തകർന്ന വീട് സന്ദർശിച്ചു. ഒറ്റപ്പാലം നഗരസഭയിലെ ആശ്രയ വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായെങ്കിലും അർഹതപ്പെട്ടവർക്ക് വിതരണം ചെയ്തില്ലെന്ന് പരാതി. ഒറ്റപ്പാലം മീറ്റ്നയിൽ പണി പൂർത്തിയായി കിടക്കുന്ന 10ഓളം വീടുകളാണ് അവസാനഘട്ട പണികളുടെ പേരിൽ ഗുണഭോക്താക്കൾക്ക് നൽകാതിരിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭയിലെ കഴിഞ്ഞ LDF ഭരണസമിതിയാണ് നിരാശരായവർക്ക് വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി മീറ്റ്നയിൽ 1/2 ഏക്കറോളം സ്ഥലമേറ്റെടുത്ത 10 വീട് നിർമ്മിക്കാനും തീരുമാനിച്ചു. എന്നാൽ ഇതിൽ ഒരാൾ മരിച്ചതോടെ 9 വീടുകളുടെ പണി പൂർത്തിയായിട്ടുണ്ട്. വൈദ്യുതി കണക്ഷൻ, ചുറ്റുമതിൽ നിർമ്മാണം, തെരുവുവിളക്കുകൾ സ്ഥാപിക്കൽ തുടങ്ങിയ പണികൾ ഇനിയും ബാക്കിയുണ്ടെന്നാണ് നഗരസഭയുടെ വാദം. 5 വർഷം മുമ്പ് ആരംഭിച്ച വീടുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടും ഏതാണ്ട് 1 വർഷമായി. എന്നാൽ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും അനാഥരായവരും വേറെ വഴിയില്ലാതെ അലയുമ്പോഴാണ് നഗരസഭയുടെ ഈ നിലപാടെന്നതാണ് പ്രത്യേകത. 27ഓളം പേരാണ് ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 9 പേർക്ക് മാത്രമേ വീട് ആവശ്യമുള്ളൂ എന്നും നഗരസഭ കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കെല്ലാം ഭക്ഷണവും മരുന്നും മറ്റു സൗകര്യവും നൽകുന്നുണ്ട്. എന്തായാലും വീടുകൾ ഉടൻ നൽകണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത്. അത്യാധുനിക ശ്മശാനം എന്ന പദ്ധതി ഉപേക്ഷിച്ച് കടമ്പഴിപ്പുറത്ത് ശ്മശാന നവീകരണം മാത്രം നടപ്പിലാക്കും. സർവകക്ഷി യോഗത്തിലുണ്ടായ തീരുമാനമനുസരിച്ചാണിതെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ആശുപത്രി ജംഗ്ഷന് സമീപമുള്ള പൊതുശ്മശാനം ആധുനികവൽക്കരിക്കാനുള്ള തീരുമാനം ഗ്രാമപഞ്ചായത്ത് വേണ്ടെന്നുവച്ചു. ശ്രീകൃഷ്ണപുരം, കരിമ്പുഴ, പൂക്കോട്ടുകാവ്, കടമ്പഴിപ്പുറം എന്നീ 4 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് 2 കോടി രൂപ ചിലവിൽ അത്യാധുനിക വൈദ്യുത ശ്മശാനം നിർമ്മിക്കാനുള്ള തീരുമാനമാണ് സർവകക്ഷി യോഗത്തിലെ എതിർപ്പുകളെ തുടർന്ന് വേണ്ടെന്നുവച്ചത്. 3 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിക്കുമെന്നതാണ് എതിർപ്പിനിടയാക്കിയിരുന്നത്. ഇതേ തുടർന്ന് പരിസരവാസികൾ ജനകീയ സമിതി രൂപീകരിച്ച് രംഗത്തെത്തിയിരുന്നു. മുൻപ് ചേർന്ന സർവകക്ഷി യോഗത്തിലായിരുന്നു ആധുനിക വൈദ്യുത ശ്മശാനം നിർമ്മിക്കാനുള്ള ധാരണയായത്. എന്നാൽ എതിർപ്പിനെ തുടർന്ന് സർവകക്ഷി യോഗം വീണ്ടും ചേരുകയും തീരുമാനം മാറ്റുകയുമാണുണ്ടായത്. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ശ്മശാനം നവീകരിച്ചാൽ മാത്രം മതിയെന്നാണ് ഇപ്പോൾ ധാരണയായത്. 20 ലക്ഷം രൂപ വിനിയോഗിച്ച് ശ്മശാന നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രവീന്ദ്രനാഥൻ ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. സർവകക്ഷി യോഗത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി ആ രീതിയിലെ ആധുനിക ശ്മശാനം ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതിനനുസരിച്ച് തീരുമാനമെടുത്ത് പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് ആ പ്രദേശത്തെ വാസികൾ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ഭൂരിപക്ഷം പേരും ഒന്നിച്ചു വന്ന് ഞങ്ങൾക്ക് അങ്ങനെ അനുവദിച്ച 4 പഞ്ചായത്തുകളിലെ ശവങ്ങൾ വരികയാണെങ്കിൽ അത് അനുവദിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ മരിക്കുന്ന ആ കടമ്പഴിപ്പുറം പഞ്ചായത്തിലുള്ളവരുടെ ഡെഡ് ബോഡി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് അവരാവശ്യപ്പെടുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സർവകക്ഷി യോഗവും കൂട്ടത്തിൽ ആക്ഷേപമുള്ളവരെയൊക്കെ തന്നെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്ത് അവസാനം അവർക്കൊന്നും തന്നെ ഈ ഒന്നിച്ചുള്ള ആധുനിക ശ്മശാനം വേണ്ട എന്നും കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ കിട്ടുന്ന 20 ലക്ഷം ഉപയോഗിച്ചുകൊണ്ടുള്ള ശ്മശാനത്തിന്റെ നവീകരണം മതി എന്നും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിന് കിട്ടുന്ന 20 ലക്ഷം രൂപ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനും അതിനനുസരിച്ച് റോഡും മറ്റ് സൗകര്യങ്ങളുണ്ടാക്കി ശ്മശാനത്തിന്റെ അകത്ത് കത്തിക്കുന്നതിനും വേണ്ട ഏർപ്പാട് മാത്രമേ ഇപ്പൊ ചെയ്യാൻ ആലോചിച്ചിട്ടുള്ളൂ. മൃതദേഹങ്ങൾ ദഹിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഏർപ്പെടുത്തുക. ശ്മശാന നവീകരണം ഉടൻ ആരംഭിക്കുമെന്നും കെ രവീന്ദ്രനാഥ് പറഞ്ഞു. പട്ടാമ്പി പുലാമന്തോൾ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ വൈകുന്നു. പ്രവൃത്തിയുടെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടിട്ടും പണി തുടങ്ങിയില്ല. തുലാവർഷം ആരംഭിക്കുന്നതോടെ പണി ഇനിയും വൈകാനാണ് സാധ്യത. കഴിഞ്ഞയാഴ്ചയാണ് കുട്ടിഘോഷിച്ച് നടന്ന ചടങ്ങിൽ പട്ടാമ്പി പുലാമന്തോൾ റോഡിന്റെ റബ്ബറൈസിംഗ് പ്രവൃത്തികളുടെ നിർമ്മാണോദ്ഘാടനം നടന്നത്. കഴിഞ്ഞ വേനലിൽ നിശ്ചയിച്ചിരുന്ന പ്രവൃത്തിയായിരുന്നു ഇതെങ്കിലും സാങ്കേതിക പ്രശ്നം കാരണം നീണ്ടുപോവുകയായിരുന്നു. എന്നാൽ ഇനി ഇത്തരത്തിൽ പണി നീളാൻ അനുവദിക്കില്ലെന്നായിരുന്നു CP മുഹമ്മദ് MLA നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ പറഞ്ഞത്. പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞാണ് കഴിഞ്ഞയാഴ്ച പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചതും. എന്നാൽ ഇതുവരെ യാതൊരു പ്രവൃത്തിയും തുടങ്ങിയിട്ടില്ല. റോഡിന്റെ പുനരുദ്ധാരണത്തിനായി 9,70 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 2012 ജനുവരിയിൽ പ്രീ ക്വാളിഫിക്കേഷൻ വ്യവസ്ഥയിൽ ടെൻഡർ വിളിക്കുകയും കാസർഗോഡ് ആസ്ഥാനമായുള്ള
കാസർഗോഡ് ആസ്ഥാനമായുള്ള കുതിരോളി കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഗോവ എന്ന കമ്പനി നിർമ്മാണം ഏറ്റെടുക്കുകയും ചെയ്തു. 1 വർഷത്തിനകം പണി പൂർത്തിയാക്കണമെന്നാണ് കരാറിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് പ്രകാരം 2013 ജനുവരിയിൽ പണി പൂർത്തിയാക്കണം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിന് കഴിഞ്ഞേക്കില്ല. റോഡ് വീതി കൂട്ടിയാണ് റബ്ബറൈസിംഗ് ചെയ്യുന്നത്. കൂടാതെ കുത്തനെയുള്ള കയറ്റങ്ങൾ കുറയ്ക്കാനും വളവുകൾ നിവർത്താനും പദ്ധതിയുണ്ട്. തുലാവർഷമാണ് ഇപ്പോൾ പ്രവർത്തിക്കുക തടസ്സമായേക്കാവുന്ന ഒരു കാരണം. തുലാവർഷം കനത്താൽ പണി ഇനിയും നീണ്ടുപോയേക്കും. അതേസമയം അടുത്ത ആഴ്ച പണി തുടങ്ങിയേക്കുമെന്നാണ് കരാറുകാർ അറിയിച്ചതെന്ന് PWD അധികൃതർ വ്യക്തമാക്കി. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ പോലീസ് കൂടുതൽ ഗതാഗത പരിഷ്കരണം ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നു. നിലവിലുള്ള ബൈപ്പാസിലൂടെ ചെറിയ വാഹനങ്ങൾക്ക് വൺ വേ സംവിധാനം ഒരുക്കാനാണ് ആലോചിക്കുന്നത്. നഗരത്തിലെ തിരക്കൊഴിവാക്കാൻ ഘട്ടം ഘട്ടമായി തിരക്കുള്ള ഭാഗങ്ങളിൽ ഡിവൈഡർ സ്ഥാപിച്ചതും കുന്തിപ്പുഴയിലെ സിഗ്നൽ ലൈറ്റ് സംവിധാനം പ്രാവർത്തികമാക്കിയതും മണ്ണാർക്കാട് പോലീസിന്റെ ശ്രമഫലമായാണ്. 2 സംവിധാനവും വിജയം കണ്ടതോടെയാണ് പുതിയ സംവിധാനത്തെക്കുറിച്ച് പോലീസ് ആലോചിക്കുന്നത്. കുന്തിപ്പുഴയിൽ നിന്നും ബൈപ്പാസിലൂടെ ചെറിയ വാഹനങ്ങളെ തിരിച്ചുവിട്ട് നഗരത്തിലെ തിരക്ക് കുറയ്ക്കാനാവുമോ എന്നാണ് ശ്രമം നടത്തുന്നത്. ഇതിനായി കുന്തിപ്പുഴയിൽ ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് സൈൻ ബോർഡ് സ്ഥാപിക്കുകയും തൽക്കാലം ഒരു പോലീസിന്റെ സേവനം ഉപയോഗപ്പെടുത്തുകയുമാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുക. ബൈപ്പാസ് വീതി കൂട്ടി ഗതാഗതം സുഗമമാക്കുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിക്കുമെന്ന് കഴിഞ്ഞ ദിവസം എൻ ഷംസുദ്ദീൻ MLA അറിയിച്ചിരുന്നു. ബൈപ്പാസ് വീതി കൂട്ടുകയും പോലീസിന്റെ ഗതാഗത പരിഷ്കരണം വിജയിക്കുകയും ചെയ്താൽ നഗരത്തിലെ ഗതാഗത പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാവും. ഭാരതീയ വിചാര കേന്ദ്രം 30ാം വാർഷികത്തിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ പുഴ, പട്ടണം, പരിസ്ഥിതി എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 13 ഉച്ചയ്ക്ക് 2 പട്ടാമ്പി GUP സ്കൂളിലാണ് സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഭാരതീയ വിചാര കേന്ദ്രം 30ാം വാർഷികത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പിയിൽ പുഴ, പട്ടണം, പരിസ്ഥിതി എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഒക്ടോബർ 13 ഉച്ചയ്ക്ക് 2 മണിക്ക് പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കുന്ന സെമിനാറിൽ പരിസ്ഥിതി പ്രവർത്തകനായ ഇന്ത്യന്നൂർ ഗോപി, TP രാജൻ, രാജഗോപാൽ പള്ളിപ്പുറം, സതീഷ് ബാബു തിരുനാവായ എന്നിവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഫോട്ടോ പ്രദർശനവും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ രാജമുഖത്തിന്റെ ഭാരതപ്പുഴ തീരത്ത് ആനമുടി മുതൽ പൊന്നാനി വരെ ഉള്ള ഫോട്ടോയുടെ പ്രദർശനം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ച നടത്തിയ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയ ചിത്ര മത്സരത്തിന്റെ ഓയിൽ പെയിന്റിംഗിന്റെ പ്രദർശനവും കൂടി ഇതോടൊപ്പം ഉണ്ടായി. പെരിന്തൽമണ്ണ ഉപജില്ല ഗാന്ധി ദർശൻ സ്കൂൾ കലോത്സവം ആനമങ്ങാട് AAP സ്കൂളിൽ നടന്നു. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളും ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും കലോത്സവത്തിൽ ജേതാക്കളായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗാന്ധി ചെയറും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്നാണ് ഗാന്ധി ദർശൻ കലോത്സവം സംഘടിപ്പിച്ചത്. ആനമങ്ങാട് AUP സ്കൂളിൽ നടന്ന ഗാന്ധി ദർശൻ പെരിന്തൽമണ്ണ ഉപജില്ലാ കലോത്സവം ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശീലത്ത് വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം U അജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KM ഇന്ദിര, ഗാന്ധി ദർശൻ സമിതി മലപ്പുറം ജില്ലാ കൺവീനർ PK നാരായണൻ നായർ, സ്കൂൾ പ്രധാന അധ്യാപകൻ T ഉമർ, PP കുഞ്ഞിരാമൻ, NP മുരളി, CM രമണി, N പീതാംബരൻ, EP അയൂബ്, സമീറ ഖാലിദ്, രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധി ദർശൻ അംഗങ്ങൾ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വസ്ത്രവിതരണം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C അംബുജാക്ഷിയും നിർവഹിച്ചു. പെരിന്തൽമണ്ണ ഉപജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള 400-ൽ അധികം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുത്തു. UP വിഭാഗത്തിൽ പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂൾ 1ാം സ്ഥാനം നേടി. ആനമങ്ങാട് AUP സ്കൂളിനാണ് 2ാം സ്ഥാനം. ഹൈസ്കൂൾ വിഭാഗത്തിൽ ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയിച്ചു. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനം നേടി. വൈകുന്നേരം നടന്ന സമാപന ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ T ഉമർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള ബുക്ക് മാർക്കിന്റെ പുസ്തകമേള ഒറ്റപ്പാലത്ത് തുടങ്ങി. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ P പാറുക്കുട്ടി പുസ്തകമേള ഉദ്ഘാടനം ചെയ്തു. വിശ്വാലയ മഹോത്സവത്തിന്റെ ഭാഗമായാണ് പുസ്തകമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. സാംസ്കാരിക വകുപ്പിന്റെയും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും അക്കാദമികളുടെയും പുസ്തകങ്ങളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. സെൻഗുപ്ത റോഡ് ജംഗ്ഷന് സമീപമുള്ള സ്വകാര്യ കെട്ടിടത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പുസ്തകമേളയിൽ കേരള ബുക്ക് മാർക്ക് സെക്രട്ടറി കഥാകൃത്ത് ബാബു കുഴിമറ്റം അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ A ശെൽവൻ, സാംസ്കാരിക സാഹിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് H മുബാറക്, കൌൺസിലർ ജോസ് തോമസ് എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം നഗരസഭയുടെ സഹകരണത്തോടെ ബുക്ക് മാർക്കിന്റെ ലൈബ്രറി ആരംഭിക്കാൻ സഹകരിക്കണമെന്ന് ബാബു കുഴിമറ്റം ആവശ്യപ്പെട്ടു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി പരമ്പരാഗത തൊഴിലാളികളുടെ സാമൂഹ്യ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കാൻ കമ്മീഷനെ നിയമിച്ച സർക്കാർ ഉത്തരവ് അഭിനന്ദനാർഹമാണെന്ന് സർവീസ് സൊസൈറ്റി ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റി അറിയിച്ചു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി നേതാക്കൾ ശ്രീകൃഷ്ണപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്.
വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയുടെ യോഗത്തിലാണ് സർവീസ് സൊസൈറ്റി പരമ്പരാഗത തൊഴിലാളികളുടെ സാമൂഹ്യ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കാൻ ഡോക്ടർ പി.എൻ. ശങ്കരൻ കമ്മീഷനെ നിയമിച്ച യു.ഡി.എഫ് സർക്കാരിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. വിശ്വകർമാർജരായ ആശാരി, മൂശാരി, കൊല്ലൻ, തട്ടാൻ, ശില്പി എന്നീ പരമ്പരാഗത തൊഴിലാളികളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടിയാണ് കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത്. ഇതിനായി മുൻകൈയെടുത്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കെ.പി.സി.സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല, പിന്നോക്കക്ഷേമ വികസന വകുപ്പ് മന്ത്രി എ.പി. അനിൽകുമാർ, വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റും മുൻ എം.എൽ.എയുമായ ടി.വി. രാധാകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി മുരുകപ്പൻ ആശാരി എന്നിവർക്കും ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റി നേതാക്കൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ആവശ്യപ്രകാരം വിശ്വകർമ്മരായ ആശാരി, മൂശാരി, കൊല്ലം, തട്ടാൻ, ശില്പി എന്നീ പരമ്പരാഗത തൊഴിലാളികളുടെ സാമൂഹിക പിന്നോക്കാവസ്ഥ പഠിക്കാൻ ഡോക്ടർ പി.എൻ. ശങ്കരനെ കമ്മീഷനായി നിയമിച്ച യു.ഡി.എഫ് സർക്കാരിനും ഇതിനുവേണ്ടി മുൻകൈയെടുത്ത് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, കെ.പി.സി.സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല, പിന്നോക്കക്ഷേമ വകുപ്പ് വികസന മന്ത്രി എ.പി. അനിൽകുമാർ, ബി.എസ്.എസിന്റെ സംസ്ഥാന പ്രസിഡന്റും എക്സ്-എം.എൽ.എയുമായ ടി.വി. രാധാകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി മുരുകപ്പൻ ആചാരി അവർക്കും ബി.എസ്.എസിന്റെ ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ. ശ്രീകൃഷ്ണപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ താലൂക്ക് സെക്രട്ടറി നാരായണൻകുട്ടി, ബോർഡ് അംഗം വി.കെ. രാധാകൃഷ്ണൻ, താലൂക്ക് കമ്മിറ്റി ട്രഷറർ ടി.പി. സുബ്രഹ്മണ്യൻ, വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പതാക ജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി. സംഗീത സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. NGO സംസ്ഥാന പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ അബ്ദുൾ റസാഖ്, ടി.ജി. കുട്ടപ്പൻ, പി. ശെൽവരാജ്, സി. ബാലൻ, ടി.വി. രാമദാസ്, വി. ആന്റണി, കെ. ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ തൊടുപുഴയിലാണ് NGO 38ാം സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. NGO യൂണിയൻ പോലുള്ള സംഘടനകൾ ഉള്ള അല്ലെങ്കിൽ അവർക്ക് മേൽക്കൈയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യം നമുക്കറിയാം. അഴിമതിയും അട്ടിമറിയും അക്രമവും എല്ലാം പിന്തുടരുന്ന അത്തരം യൂണിയനുകൾക്ക് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി സമാധാനത്തിന്റെ പാതയിലൂടെ അല്ലെങ്കിൽ നേരിട്ട പ്രവർത്തനങ്ങളിലൂടെ ഒരു തനതായ ഒരു സവിശേഷമായ പ്രവർത്തന ശൈലി രൂപീകരിച്ചിട്ടുള്ള NGO അസോസിയേഷൻ ജീവനക്കാരുടെ ന്യായമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും എല്ലാം നേടിയെടുക്കുന്നതിൽ കാലാകാലങ്ങളായി അതാത് ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്ന് എല്ലാവരുടെ ശ്രദ്ധയും ഉണ്ടാവുന്നതിൽ വളരെയധികം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ സന്ദേശ ജാഥ നടത്തി. റോഡിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി വാഹനങ്ങൾ ഓടിക്കുക, അപകടം പറ്റിയാൽ മൊബൈൽ ഫോണിൽ പകർത്താതെ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുക തുടങ്ങിയ സന്ദേശങ്ങളാണ് ജാഥയിൽ പ്രചരിപ്പിക്കുന്നത്. AKPA സംസ്ഥാന സമിതി അംഗം ബാബു ആലിയാസ് ആണ് ജാഥ നയിച്ചത്. ചെർപ്പളശ്ശേരിയിൽ നൽകിയ സ്വീകരണത്തിൽ ഉണ്ണി സ്റ്റാർ സ്റ്റുഡിയോ, ചന്ദ്രൻ, രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഇന്ന് നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ ഞങ്ങളുടെ സംഘടന സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും അതുപോലെ തന്നെ മേഖലാ തലത്തിലും. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇരട്ട ശമ്പള വിവാദം. ഭരണസമിതി യോഗത്തിൽ CPM UDF അംഗങ്ങൾ തമ്മിൽ വാക്കുതർക്കം. പ്രസിഡന്റ് രാജിവെക്കണമെന്ന് CPM. താം ശമ്പളമില്ലാത്ത അവധിയെടുത്താണ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നതെന്ന് അബൂബക്കർ ഹാജി. ആശ്രയം നൽകാതെ ഒറ്റപ്പാലം നഗരസഭയുടെ ആശ്രയ ഭവന പദ്ധതി പണി പൂർത്തിയായിട്ടും സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നഗരസഭ വീടുകൾ കൈമാറുന്നില്ല. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തും സമീപ ഗ്രാമപഞ്ചായത്തുകളും ചേർന്നുള്ള ആധുനിക ശ്മശാനം പദ്ധതി ഉപേക്ഷിച്ചു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് ശ്മശാനം നവീകരിക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. മണ്ണാർക്കാട് നഗരത്തിലെ ഗതാഗത കുരുക്കഴിക്കാൻ പോലീസ് പുതിയ ഗതാഗത സംവിധാനം ഏർപ്പെടുത്തുന്നു. ചെറിയ വാഹനങ്ങളെ ബൈപ്പാസ് വഴി മാത്രം കടത്തിവിട്ട് വൺ വേ ഒരുക്കാൻ ശ്രമം. ഉടനെ പ്രവൃത്തി ആരംഭിക്കും എന്ന് പ്രഖ്യാപിച്ച പട്ടാമ്പി പുലാമന്നൂർ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ഇനിയും തുടങ്ങിയില്ല. മന്ത്രിയുടെയും MLAയുടെയും വാക്കുകൾ പാലിക്കപ്പെട്ടില്ലെന്ന് ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.